കൊല്ലം സിറ്റി പോലീസിനെ ഏറെ അഭിമാനകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലം നഗരത്തെ കഴിഞ്ഞ കുറെ നാളുകളായി വിറപ്പിച്ചുകൊണ്ടിരുന്ന സീരിയൽ കില്ലർ തമിഴ്നാട് സ്വദേശിയായ ബിജുവിനെ കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോൾ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മെയ് മാസം 25-ാം തീയതിയാണ് കൊല്ലം സിറ്റി പോലീസ് ഓഫീസിന് സമീപത്തുള്ള വി പാർക്കിന് സമീപം വെച്ച് ഒരാളെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ മരണത്തിന്റെ ദുരൂഹത അന്വേഷിച്ചു എത്തിയപ്പോൾ പലതരത്തിൽ സമാനമായ രീതിയിൽ ഈ ബിജു എന്ന സീരിയൽ കില്ലർ നടത്തിയ കൊലപാതകങ്ങളുടെ ചുരുളഴിയുകയാണ്. ഈ കേസിന് തുമ്പുണ്ടായിരിക്കുന്നതിൽ ഏറെ അഭിമാനകരമായിരിക്കുകയാണ് കൊല്ലം സിറ്റി പോലീസ്. ശരിക്കും കൊല്ലം നഗരത്തെ ആകെ വിറപ്പിച്ച കേസ് തന്നെയായിരുന്നു ഈ വയോധികൻ്റെ മരണം. കാരണം ഈ സീരിയൽ കില്ലർ ബിജു സമാനമായ കുറ്റകൃത്യങ്ങൾ നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. കമ്മീഷണർ ഓഫീസിന് മുന്നിലെ ഈ കൊലപാതകം നടക്കുന്നത് മെയ് 25-നാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ടടുത്ത് തമിഴ്നാട് സ്വദേശിയായ തങ്കപ്പനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള ബിജു സുരേഷിനെയാണ് ഇപ്പോൾ വാൽപ്പാറയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒളിത്താവളത്തിൽ നിന്ന് വളരെ സാഹസികമായിട്ടാണ് കൊല്ലം ഷാഡോ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നഗരത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ കൊലയാളി വലയിലായെങ്കിലും പോലീസിന് മുന്നിൽ ഒരുപാട് കടമ്പകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. മെയ് 25-ന് കമ്മീഷണർ ഓഫീസിന് സമീപം നടന്ന ഈ കൊലപാതകത്തിൽ ബിജു സുരേഷിൻ്റെ പങ്ക് CCTV ദൃശ്യങ്ങളോടെ തന്നെ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഏപ്രിൽ 19-നും സമാനമായ രീതിയിൽ കല്ലുവാതുക്കലിൽ ഒരു കൊലപാതകം നടക്കുന്നതും. ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വയോധികനെയാണ് സമാനമായ രീതിയിൽ കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഈ രണ്ട് കൊലപാതകങ്ങളുടെയും സാമ്യതകളും അതോടൊപ്പം രണ്ട് കൊലപാതകങ്ങളുടെയും രീതിയും നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരേ വ്യക്തി തന്നെയാണ്. ഈ ബിജു എന്ന സീരിയൽ കില്ലറിൻ്റെ പങ്ക് രണ്ട് കൊലപാതകങ്ങളിലും ഒരേപോലെ തന്നെ വ്യക്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ നടന്നിരിക്കുന്നത്. ഏതായാലും പോലീസിൻ്റെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഇപ്പോൾ ബിജുവിനെ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ ഈ രണ്ട് കൊലപാതകങ്ങളും സമാനമായ രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു. ഈ കൊലപാതകങ്ങളുടെയൊക്കെ തന്നെ കാരണം എന്താണെന്ന് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു. ഏതായാലും ഒരു സീരിയൽ കില്ലറാണ് നഗരത്തിനെ വിറപ്പിച്ചിരിക്കുന്നത്. തെരുവിൽ അലഞ്ഞു നടക്കുന്നവരും അതോടൊപ്പം തന്നെ ആശ്രയമില്ലാത്തവരും ആയിട്ടുള്ള വയോധികരെ കേന്ദ്രീകരിച്ചുള്ള കൊലപാതകങ്ങളാണ് ഈ സീരിയൽ കില്ലർ ബിജു നടത്തുന്നത്. ഏതായാലും തമിഴ്നാട് അതിർത്തി കടന്നെന്ന സൂചന ലഭിച്ചതോടെയാണ് കൊല്ലം ACPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം വാൽപ്പാറയിലേക്ക് പുറപ്പെട്ടത്. ഒരു കൊലക്കേസിൽ കൃത്യമായ തെളിവുകളോടെയാണ് ബിജുവിനെ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ കൊല്ലത്തെത്തിച്ച് രഹസ്യ കേന്ദ്രത്തിൽ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു. ഏതായാലും ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നതിനോടൊപ്പം തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈകൃതമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക വൈകല്യമാണോ ഇത്തരത്തിലുള്ള കൊടൂര കൃത്യങ്ങൾക്ക് പിന്നിലെന്നാണ് അന്വേഷിക്കുന്നത്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൊല്ലം ഈസ്റ്റ് പോലീസിൽ പ്രതിയെ ചോദ്യം ചെയ്യലിനായി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഏതായാലും പ്രതിയുമായി വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്താനാണ് പോലീസിൻ്റെ വിവരം. ഏതായാലും വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ സിറ്റിയിൽ നടന്നിട്ടുള്ള അജ്ഞാത മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ അന്വേഷിക്കാനാണ് പോലീസിൻ്റെ നീക്കം.